അതൊരു പുതിയ അനുഭവമാണ്. അപ്പോഴാണ് ഞാൻ ഇതുവരെ കാണാത്ത പല ആംഗിളിൽ സിനിമയെ കാണാൻ പറ്റി. ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വികാരമുള്ള ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ചാകുമായിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ മറ്റേ ലാലിസം ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല ലാലേട്ടനെ ഇങ്ങനെ ആളുകൾ ഇത് ചെയ്യുമെന്ന്. അപ്പോൾ ഇതേ ആൾക്കാരാണ് ഒരാഴ്ച മുമ്പ് ലാലേട്ടൻ എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ അവർ ലാലേട്ടനെ വരെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത പടം ഓടാൻ നേരത്ത് ഒരു ഹിറ്റ് പടം വരുമ്പോൾ ലൂസിഫർ വന്നു കഴിയുമ്പോൾ എല്ലാം മറന്നു വീണ്ടും ലാലേട്ടൻ ദൈവമാണ്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടമല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അപ്പം ലാലേട്ടനെ ചീത്ത വിളിക്കും. ഇത് തന്നെ മമ്മൂക്ക ഇത്രയും വലിയ ആൾക്കാർ ഫേസ് ചെയ്യണം. അവരെ ചീത്ത വിളിക്കാൻ ഒരു മടിയില്ലാത്ത ആൾക്കാർ നമ്മളെ വിളിക്കാതിരിക്കുമോ? അതിന് വേണ്ടി നമ്മൾ ചെയ്തപ്പോൾ അത് ഏക്കാണ്ടും പോയി. ചിത്രഗുപ്തൻ അത് ഞങ്ങൾ എഡിറ്റിലിരുന്നപ്പോൾ എന്നാൽ കളഞ്ഞാലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ രണ്ടഭിപ്രായമൊക്കെ വന്നു. പക്ഷെ അതായിരിക്കില്ല ഒരിക്കലും. ഇപ്പൊ ഷാഫി സാറായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഒരു പടം ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പടമല്ല ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഷാഫി സാറിന്റെയും കൂടി പുള്ളിയുടെയും കൂടി ഇൻപുട്ടും പുള്ളിയുടെ ഒരു തോട്ട്സും എല്ലാം വരുമ്പോഴത്തേക്കും അതങ്ങനത്തെ ഒരു ഇപ്പൊ ഞങ്ങൾ എഴുതിയ 2 സ്ക്രിപ്റ്റ് ഇപ്പൊ ഞങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ട്. അത് രണ്ടും അത്യാവശ്യം കിടിലൻ പരിപാടികളാണ്. അത് ഓരോ വഴിക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നടനാവാനാണ് ആഗ്രഹം, നടനാവാൻ വേണ്ടി സിനിമയുടെ പാർട്ടാവുന്നു. ഈ ലോങ് ടേം ഡ്രീമും കൂടെയുണ്ട്. പക്ഷെ ഏതൊരു പോയിന്റിൽ എഴുത്തുകാരനാവുന്നു, പിന്നെ സംവിധായകനാവണം. ഇതെല്ലാം ഇതിൻ്റെ കോംപ്ലിമെൻ്ററി ആയിട്ട് ആഡ് ഓൺ ചെയ്ത് അത് അച്ചീവ് ചെയ്തെടുത്ത ആളാണ്. എനിക്ക് ചോദിക്കാനുള്ളത് ഈ സിനിമ ആസ് എ വണ്ടർ എന്നൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ സിനിമയുടെ ഈ മാജിക് ലാലേട്ടൻ പറഞ്ഞത് ഇതിൻ്റെ ഈ മാജിക് ക്രാക്ക് ചെയ്യുന്നത് എവിടെയാണ്? എഴുത്തുകാരനാവാം, സംവിധായകനാവാം. സിനിമയ്ക്ക് എന്തുണ്ട്, സിനിമയിൽ എന്തുണ്ട്, അത് നേടണം. ഈ അങ്ങനെ ഒരു സിനിമയുണ്ടോ? ഒരു മൊമെന്റ് ആണോ, തിയേറ്റർ ആണോ, എന്തായിരുന്നു ശരിക്കും? അങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ. അതങ്ങനെ താത്വികമായിട്ടൊക്കെ ചോദിച്ചാൽ എനിക്ക് മറുപടി പറയാൻ അറിഞ്ഞൂടാ. അല്ലെങ്കിൽ നമ്മളിപ്പോഴും ഈ പറഞ്ഞ പോലെ അത് ഇപ്പോഴും അറിഞ്ഞുകൂടാന്നുള്ളതാണ്. ഇപ്പം എനിക്ക് ലാസ്റ്റ് വീക്ക് ഞാൻ IFFK പോയേക്കായിരുന്നു. അതെനിക്ക് പുതിയ അനുഭവമാണ്. ഫസ്റ്റ് IFFK ആയിരുന്നു. ഫസ്റ്റ് IFFK ആണ്. കുറേ നാളെ പോകണമെന്ന് വിചാരിക്കണം, ഇപ്പോഴാണ് പോകാൻ പറ്റിയത്. അതൊരു പുതിയ അനുഭവമാണ്. അപ്പോഴാണ് ഞാൻ ഇതുവരെ കാണാത്ത പല ആംഗിളിൽ സിനിമയെ കാണാൻ പറ്റി. ഞാൻ അങ്ങനത്തെ സിനിമകൾ ആദ്യമായിട്ട് കാണുന്നതാണ്. ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ ഒരു ദിവസം തന്നെ പല ജോണറിലുള്ള സിനിമകൾ 4 പടങ്ങൾ കാണുകയെന്ന് പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ കൂടെ ജോൺ കുട്ടിയൊക്കെ ഉണ്ട് എഡിറ്റർ. പുള്ളി പറഞ്ഞു എനിക്ക് പ്രാന്താവും, ഇനി തനിക്ക് പ്രാന്താണോ, ഇനി ഒരു പടം എന്ത് കാണണ്ടാതെ. ഞങ്ങൾ പിടിച്ചു വലിച്ചാണ്ട് പുള്ളിനെ വലിച്ചു കൊണ്ടുപോയിട്ട് പിന്നെ അത് ഭാഗ്യവശാൽ നല്ല സിനിമകളായിരുന്നു. 1-2 പടമാണ് ആകെ ഉറങ്ങിപ്പോയുള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. മലയാളം പടങ്ങളൊക്കെ അടിപൊളി പടമായിരുന്നു. ഫെമിനിറ്റി ഫാത്തിമ പാൻ ഇന്ത്യൻ സ്റ്റോറിക്ക് ഭയങ്കര നല്ല റെസ്പോൺസ്. അപ്പൊ അതിലൊരു മൊമെന്റ് ചോദിക്കാനാണെങ്കിൽ തിയേറ്റർ വിസിറ്റ് മറ്റു സിനിമകൾക്ക് നടത്തുന്നുണ്ട്. ഇതിപ്പോ സ്ക്രീനിങ് കഴിയുമ്പോൾ ഗ്രീറ്റ് എമിനേറ്റ് ഉണ്ടല്ലോ, ഓഡിയൻസിന്റെ മുന്നിൽ വന്നിട്ടുള്ളത്. ആ മൊമെന്റ് ശരിക്കും എങ്ങനെയാണ്? പലരും ഭയങ്കര ആഗ്രഹിക്കുന്ന. അതെനിക്ക് ഭയങ്കര, അത് ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമാണ്. എന്ന് വെച്ചാൽ നമ്മള് പണ്ട് സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുമ്പോ ഉണ്ടായിരുന്ന ആ ഒരു സാധനമാണ്. നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ട് അപ്പ സ്റ്റേജിന്റെ പുറകിൽ ആൾക്കാർ വന്നിട്ട് അടിപൊളിയായിരുന്നിട്ടാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറേ നാളായിട്ടില്ല. സ്റ്റേജ് പ്രോഗ്രാം ചെയ്തിട്ട് കാലം കുറയും. ഇപ്പം നമ്മൾ ഗസ്റ്റായിട്ടൊക്കെ ഓരോ പരിപാടിക്ക് ചെല്ലുന്നല്ലാണ്ട് ഒരു പ്രോഗ്രാമായിട്ട് ചെയ്യണത് ആണ്ടിലും കൊല്ലത്തിലൊക്കെയാണ്. ഇപ്പം IFFK ചെന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത സിനിമ, നമ്മുടെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ വന്നിട്ട് എല്ലാവരും കൂടി ഇരുന്നിട്ട് പറയുകയാണ് അതിനെക്കുറിച്ച്. അപ്പോൾ ഒരു അപ്രീസിയേഷൻ കിട്ടുക പറഞ്ഞാൽ അത് ഭയങ്കര മൊമെന്റ് ആയിരുന്നു. അതായത് പറഞ്ഞത് അതെനിക്ക് പുതിയ അനുഭവമാണ്. അപ്പോൾ നമ്മൾ ഇനിയും സിനിമയുടെ മാജിക്കുകൾ പലതും കാണാൻ കിടക്കണുള്ളൂ. ഇതിലെനിക്ക് തോന്നി ഈ മാജിക്കിനെ പറ്റി പറയുമ്പോൾ, സിനിമയെ പറ്റി പറയുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും എന്നാൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ളത് ഇതിൻ്റെ സംവിധാനം എന്നുള്ള പാർട്ടാണ്. മേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ വെടിക്കെട്ട് വരുമ്പോൾ നിങ്ങൾ മേക്കേഴ്സിലൂടെ മാറുന്നുണ്ട്. വലിയ സിനിമയായിരുന്നു. കുറേ നാളെടുത്താണ് ആ സിനിമയുടെ പണികൾ തീരുന്നത്, ഇൻക്ലൂഡിങ് പോസ്റ്റ് പ്രൊഡക്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും. അത്ര എഫേർട്ട് അതിലിടുന്നുണ്ട്, സമയം കുറേ കൊടുക്കുന്നുണ്ട്. സിനിമയെ സ്ക്രാച്ച് മുതൽ ഒരുക്കിയെടുത്ത് അത് സംവിധാനം ചെയ്ത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്നത് വരെയുള്ള ഈ ഒരു പ്രോസസ്സിൽ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ സംവിധാനം ചെയ്യുന്നത്. അതിലൊരു കംഫേർട്ട് ഉണ്ടോ? എങ്ങനെയാണ് ഇത് ശരിക്കും ഒരു ഡയറക്ടോറിയൽ പാർട്ട് എന്ന് പറയുന്നത്? അത് അങ്ങനെ നമുക്കൊരു എന്താ പറയുക,
അതിങ്ങനെയാണ് എന്ന് പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല. ഇതിപ്പോൾ എഴുതുമ്പോഴാണെങ്കിലും ഞങ്ങൾക്ക് ഒരുപാട് കാര്യത്തിൽ കുറേ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാറുണ്ട്. അതൊക്കെ എന്നിട്ട് ഞങ്ങൾ സിങ്കാക്കും, എന്നിട്ട് രണ്ടുപേർക്കും ഓക്കെ എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ, അതാണ് പതിവ്. പിന്നെ നമ്മൾ ഇപ്പം എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞ കാര്യവും ലാസ്റ്റ് ചർച്ചയിലൂടെ അത് വെക്കേണ്ടി വന്നാൽ പിന്നെ അത് എനിക്ക് ഇഷ്ടമുള്ള കാര്യവും. സിനിമയിലും അങ്ങനെ തന്നെയാണ്. അപ്പം ഇതിങ്ങനെയല്ല വേണ്ടതെന്ന് ഞങ്ങൾക്ക് തമ്മിലൊരു ബിബിനും ഞാനായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും ഞങ്ങൾ സംസാരിച്ചിട്ട് ഫിക്സ് ചെയ്യുമല്ലോ. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഞങ്ങൾ രണ്ടുപേർക്കും അതാണ് ഓക്കെ എന്നുള്ളത്. അതിപ്പോൾ കംഫർട്ടാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളാ പടം ചെയ്യുമ്പോൾ ഭയങ്കര എൻജോയ് ചെയ്ത് അത് ഇപ്പോഴും അത് പടം കണ്ടിട്ട് അതിൻ്റെ നമ്മൾ കാണാത്ത അർത്ഥങ്ങൾ കാണുന്ന ആൾക്കാരുണ്ടല്ലോ. നമ്മൾ ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ കുഴപ്പങ്ങൾ ചിലപ്പോൾ കാണണമെന്നില്ല. നമ്മൾ കാണാത്ത കുഴപ്പങ്ങൾ മറ്റുള്ളവർ കാണും. അതേപോലെ അവർ കാണാത്ത പല കുഴപ്പങ്ങളും നമുക്ക് കാണാം. നമുക്കറിയാവുന്ന പല കുഴപ്പങ്ങളുണ്ട്. ഇതൊന്നും ആരും കണ്ടിട്ടും ഉണ്ടാവില്ല. എന്നാൽ നമുക്കറിയാം ഇത് കുഴപ്പമാണെന്ന്. നമ്മൾ കുഴപ്പമാണെന്ന് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത പല കാര്യം കുഴപ്പമായിട്ട് ആൾക്കാർ പറയുകയും ചെയ്യും. ഈ കുഴപ്പങ്ങൾ പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു എനിക്ക് പെട്ടെന്ന് കണക്റ്റായത് ഈ റെസ്പോൺസ് എന്നുള്ളതല്ല. ഇപ്പോൾ അത് ഈ അമർ അക്ബർ മുതൽ ഇപ്പോൾ പെർഫോമൻസ് കിട്ടുന്നതിനപ്പുറത്തേക്ക് ടെക്നിക്കൽ സൈഡിൽ ഇപ്പോൾ അമർ അക്ബർ മുതൽ ഇങ്ങോട്ടേക്കുള്ള ജേണിയിലെ ആളുകളുടെ റെസ്പോൺസ് എന്നുള്ളത്. ഇപ്പോൾ എല്ലാ സിനിമയും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എല്ലാ സിനിമയ്ക്കും പോസിറ്റീവ് മാത്രം വരുന്നതല്ല, ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം. ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത പടം പോലും ഇഷ്ടപ്പെടുന്ന ആളുകൾ വേറെ ഉണ്ടാവാം. ഈ ലോങ് ജേണിയിൽ ഈ റെസ്പോൺസുകൾ എന്നുള്ളതിനെ എങ്ങനെ കാണാൻ ശരിക്കും ചിലപ്പോൾ ഭയങ്കര നെഗറ്റീവ് റെസ്പോൺസ് കിട്ടാം, ചിലപ്പോൾ ഭയങ്കര പോസിറ്റീവ് ആവാം, ഓവർ പോസിറ്റീവ് ആണെന്ന് അറിയാം. അതെങ്ങനെ കാണുന്നത് ശരിക്കും? അല്ല, അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളത് ഇപ്പം വെറുതെ ഇല്ലയെന്നൊക്കെ പറഞ്ഞാലും അത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ. നന്നായി എന്ന് കേൾക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും ഓരോ പരിപാടിയായിട്ട് ഇറങ്ങുന്നത്. എന്നിട്ട് അത് നന്നായി എന്ന് കേട്ടില്ലെങ്കിൽ ഒരു വിഷമം ഓബിയസ്ലി ഉണ്ടാവും. അപ്പോൾ അടുത്ത തവണയെങ്കിലും അത് കേൾക്കുക എന്നുള്ള നന്നായി എന്ന് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉറപ്പായിട്ടുണ്ടാവുമല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള റെസ്പോൺസുകളെ അത് ഭയങ്കര ക്വിക്കാണല്ലോ. ഇപ്പൊ നമ്മളെ പണ്ട് ഈ കത്ത് എഴുതി അയച്ചത് എത്തുന്നവരുടെ സമയമുണ്ട്, പിന്നെ ഫോൺ ഡയൽ ചെയ്ത് റിങ് ചെയ്ത് എടുക്കുന്ന ഒരു സമയമുണ്ട്. ഇത് നമ്മൾ ഫോൺ ഓൺ ആക്കുമ്പോഴേ വീടിനപ്പം കിട്ടുമല്ലോ ഇതിന്റെ റെസ്പോൺസ് ഉള്ളത്. അത് ശരിക്കും എങ്ങനെ കാണുന്നത്? ഈ ക്വിക്ക് റിവ്യൂ, ക്വിക്ക് റെസ്പോൺസ്. ചിലപ്പോൾ ഇത് ഒറ്റ വകൽ ആൾക്കാർ വന്നങ്ങ് മറ്റേ കൊന്നു കളഞ്ഞിട്ട് പോകുമല്ലോ. ഇവര് കൂടുതൽ ചിന്തിക്കുന്ന ഒരു എഫേർട്ട് അങ്ങനെയൊന്നും. അവർ പടം കാണും, നേരെ വരുന്നു, ഒറ്റ സെന്റൻസ്, ഒറ്റ വക, കൊള്ളത്തില് എന്ത് പടം, സൂപ്പർ പടം, ഒറ്റ വാക്കിലാണ് ഇവർ തീർക്കുന്നതെല്ലാം. അത്തരം റെസ്പോൺസുകൾ എങ്ങനെ എഫക്ട് ചെയ്യുന്നുണ്ടോ ശരിക്കും? എഫക്ട് ചെയ്യൂ. നമ്മളതിനെ എന്ത് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, നമ്മളതിനെ എങ്ങനെ ഒഴിവാക്കാനൊന്നും പറ്റൂല്ലോ. അത് എഫക്റ്റ് ചെയ്യും. നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കണതിനൊരു ഇതുണ്ട്, അത് എടുത്ത് തലയെ കയറ്റി വയ്ക്കൂല. കാരണം നമുക്കറിയാം, ഞാൻ ഇത്ര ആലോചിക്കാറുള്ളൂ. കാരണം ഈ ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും വികാരമുള്ള, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ചാകുമായിരുന്നു. അങ്ങനെയുള്ളൊരു സമയത്ത് ഈ മറ്റേ ലാലിസം ആ പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല ലാലേട്ടനെ ഇങ്ങനെ ആളുകൾ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതേ ആൾക്കാരാണ് ഒരാഴ്ച മുമ്പ് ലാലേട്ടൻ എൻ്റെ ദൈവം എന്ന് പറഞ്ഞ ആൾക്കാർ. അപ്പോൾ അവർ ലാലേട്ടനെ വരെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത പടം ഓടാൻ നേരത്ത് ഒരു ഹിറ്റ് പടം വരുമ്പോൾ ലൂസിഫർ വന്നു കഴിയുമ്പോൾ എല്ലാം മറന്നു വീണ്ടും ലാലേട്ടൻ ദൈവമാണ്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഇഷ്ടമല്ലാണ്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ ലാലേട്ടനെ ചീത്ത വിളിക്കും. ഇത് തന്നെ മമ്മൂക്ക ഇത്രയും വലിയ ആൾക്കാർ ഫേസ് ചെയ്യണം. അവരെ ചീത്ത വിളിക്കാൻ ഒരു മടിയില്ലാത്ത ആൾക്കാർ പിന്നെ നമ്മളെ വിളിക്കാതിരിക്കുമോ? അപ്പൊ അതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നമ്മളെ ചേട്ടാ പൊളിയാണെന്ന് പറഞ്ഞിട്ട് വന്ന കമന്റിനും വല്ല പണിക്കൂടാന്ന് പറഞ്ഞ കമന്റിനും വരെ ഇമ്പോർട്ടൻസ് കൊടുത്താൽ മതി. ഇത് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു നമ്മൾ പെർഫോം ചെയ്യുന്ന ഒരു മൊമെന്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു ഡയലോഗ് ആളുകൾ ഏറ്റെടുക്കും. നമ്മൾ നേരത്തെ സംസാരിച്ചതാണ്. അപ്പം അതിൽ ഈ കട്ടപ്പനയിലെ മീമായി മാറുന്നത്, അത് ഭയങ്കര ട്രെൻഡിങ് ആയി മാറുന്നത് എക്സാം ഹോളിലെ സീക്വൻസ്, ഈ മായാവിയിലെ സീനും. ഇത് ആളുകളും പരസ്പരം ഇപ്പോൾ ഒരു ഫുട്ബോൾ ക്രിക്കറ്റ് ഗ്രൗണ്ടിലൊക്കെ ഡെയിലി ബേസിൽ ആളുകൾ സംസാരിക്കുന്ന വൺ ലൈനറാണ് ഇതൊക്കെ. നമ്മൾ പെർഫോം ചെയ്യുന്ന മൊമെന്റ് ചിലപ്പോൾ നമ്മളിത് ആലോചിക്കുന്നുണ്ടാവില്ല, ഇത് ഭയങ്കര ട്രെൻഡ് സെറ്റർ ആവും, ആളുകൾ ഇത് ഒരുപാട് ഉപയോഗിക്കും, ട്രോളായിട്ട് മീമായിട്ടൊക്കെ. പിന്നീട് ഇത് ഭയങ്കര സക്സസ് ആവുന്നത്. അങ്ങനത്തെ മൊമെന്റുകൾ ശരിക്കും എങ്ങനെയാ നമ്മൾ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ ഇങ്ങനെ വർക്കായി പോകുന്നത്? അല്ല, അത് ഒരുപാടുണ്ട്. ഈ ചൂട് രതീഷ് ഇവിടെ പറഞ്ഞൊക്കെ ഇപ്പോഴും ആളുകൾ ചായക്കടയിൽ പോയി കഴിയുമ്പോൾ അല്ല അങ്ങനെയൊക്കെ എഴുതി വെച്ചൊക്കെ കണ്ടിട്ടുണ്ട്.
അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചെയ്തപ്പോൾ അത് ഏക്കാണ്ടും പോയി. യമണ്ടം പ്രേമകഥ, പ്രേമതയിൽ പപ്പടവട, ചിത്രഗുപ്തൻ എന്ന് പറഞ്ഞിട്ട് അത് ഞങ്ങൾ എഡിറ്റിലിരുന്നപ്പോൾ എന്നാൽ കളഞ്ഞാലാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ രണ്ടഭിപ്രായമൊക്കെ വന്നു. അത് ചിലപ്പോൾ വർക്കാവും, കാരണം നമ്മൾ ഈ രതീഷിൻ്റെ അപ്പോഴും കണ്ടോണ്ടിരിക്കുക എല്ലായിടത്തും. അതൊരു ഓർഗാനിക് ആയിട്ട് ഇങ്ങനെ വന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ 2-3 തവണ അത് മാറ്റാൻ വേണ്ടി പിന്നെ 2 കൽപ്പിച്ചാണ് വെച്ച്. അത് ഏറ്റില്ല. അല്ല, അതിലിപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ യമണ്ടം പ്രേമകഥ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഉത്തരവാദിത്വം കൂടുതലാണല്ലോ. ദുൽഖറിന്റെ ആ ടൈമിൽ ഒരു പീക്ക് സ്റ്റാർഡത്തിൽ വരുന്ന ഒരു കമേഴ്ഷ്യൽ പടം, ഡാൻസ്, പാട്ട്, അതിൽ ഇപ്പം നിങ്ങളും പെർഫോം ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റിൽ പടം തന്നെ ട്രാക്ക് മാറുന്നുണ്ട്. ഇത്ര അധികം കോംപ്ലക്സ് ആയിട്ട് ഇതിനെ സെറ്റ് ചെയ്ത് ഇത്ര ആർട്ടിസ്റ്റുകൾ സിനിമയിലുണ്ടല്ലോ, സൗബിയുണ്ട്, സലീം കുമാർ ഏട്ടൻ. ഈ യമണ്ടം പ്രേമകഥ ശരിക്കും ഇപ്പോൾ ആലോചിക്കുമ്പോഴേ ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് മുതൽ റെസ്പോൺസ് ടൈം പീരീഡ്, ഇങ്ങനെ ആ സമയത്ത് ചിലപ്പോൾ അതിൽ വരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം. ഒരു സിനിമ അത്ര എഫേർട്ട് ഇട്ട് ഒരുക്കി കഴിഞ്ഞ സമയത്ത് കിട്ടുന്ന ക്വിക്ക് റെസ്പോൺസിൽ കാര്യങ്ങളിൽ ഇപ്പൊ അത് റീകളക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാ യമണ്ടം പ്രേമകഥ ഓർത്ത്. അതും ഒരു അത്ഭുതമാണ്, അത് അങ്ങനെ ഒരു നടക്കുക എന്ന് പറഞ്ഞാൽ. അതിന്റെ ഇടയിൽ പ്രളയം വന്നു. ഇത് കുറേ നാളെടുത്താണ് ആ പടം ഷൂട്ട് തീർക്കാൻ പറ്റിയത്. 3-4 ഷെഡ്യൂളായിട്ടൊക്കെ തീർക്കാൻ പറ്റിയത്, കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളും ഒക്കെ ഉള്ളതല്ലേ. പിന്നെ അതിൻ്റെ ഇടയിൽ DQൻ്റെ ഹിന്ദി പടത്തിൻ്റെ നായികയുടെ ഡേറ്റിൻ്റെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടൊക്കെയാണ്. അപ്പോൾ സലീമേട്ടൻ എന്ന് പറഞ്ഞ്, അയ്യോ അതാരായിരുന്നു, ഞാൻ നടിയുടെ പേര് പറഞ്ഞു, പുള്ളിക്കാരിയുടെ കല്യാണം കഴിഞ്ഞ് അപ്പോൾ ലണ്ടനിലെല്ലാം കണ്ട് വീട് മാറാൻ പോകുന്ന സലീമേട്ടൻ DQയോട് ചോദിച്ചു, ആ പെണ്ണ് വീട് മാറായിരുന്നു നമ്മളെന്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇവിടെ പ്രളയം വന്നിട്ട് അങ്ങനെയൊക്കെ കുറേ ഡിലേ വന്നു. സ്റ്റിൽ ആ സിനിമ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഇത് ഭയങ്കര, നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ കിട്ടിയ പടമാണ്. അങ്ങനെ ഒരുപാട് ഇനീഷ്യലൊക്കെ ഉണ്ടായിരുന്നല്ലോ ആ സമയത്ത്. ഇത് രണ്ടും ഒരുമിച്ച് ഈ പടം കൊണ്ട് ഉണ്ടാവുന്ന നേട്ടങ്ങൾ സൈഡിലുണ്ട്, അതുപോലെ ഈ മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളും ഈ നെഗറ്റീവ് റെസ്പോൺസിൽ പ്രത്യേകിച്ച് ആ പടത്തിന് കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ ഇത് ഇപ്പോൾ വിഷ്ണു തന്നെ അത് പറയുന്നത് ഭയങ്കര രസമായിട്ട് തോന്നി. പലരും അത് ഏറ്റു പറയാറില്ലല്ലോ, ഈ പറഞ്ഞ ചിത്രഗുപ്തന്റെ കാര്യമൊക്കെ. പിന്നെ നമുക്കറിയാലോ, നമ്മൾ ചോറ് തന്നെയല്ലേ തിന്നണം. അല്ല, അങ്ങനത്തെ ഇപ്പോൾ ഒരു റീതിങ്കിങ് പോസിബിലിറ്റി ഉണ്ടല്ലോ. അപ്പോൾ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഓക്കെ ഇത് ഫോഴ്സ്ഡ് ആവരുത്, ഈ ഇതിന് വേണ്ടി ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യരുത്. ഈ റൈറ്റേഴ്സ് പെർസ്പെക്റ്റീവ് ശരിക്കും എങ്ങനെ ഇപ്പോൾ ഫിൽട്ടർ ആവുന്നുണ്ടോ, മാറുന്നുണ്ടോ? ഉറപ്പായിട്ടും അതൊക്കെ അല്ല, നമുക്ക് അന്നും അറിയാൻ പാടില്ല. അത് നിങ്ങൾ ഈ പറഞ്ഞ കൺഫ്യൂഷനും മറ്റുള്ളവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെറുതല്ല ഇതിൽ. ഇപ്പം ആരും പറഞ്ഞു തരാണ്ട് ഞങ്ങൾ എഴുതിയ പടം 100 days ഓടി. ഇത് കഴിഞ്ഞിട്ട് നിങ്ങളെ 2ാമത്തെ പടമാണ് ഏറ്റവും വലിയ ഇത് അതൊക്കെ പറഞ്ഞിട്ട് കട്ടപ്പന. പിന്നെ ഇത് DQന് വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയിപ്പോൾ ഇത്ര 2 പടം ഭയങ്കര ഹ്യൂമറായിരുന്നു, ഇതിൽ ഹ്യൂമർ കുറവാണെങ്കിൽ വൻ വിഷയവും. ഹ്യൂമർ ഒരു സീൻ പോലും ഹ്യൂമർ കളയരുത്. ഞാൻ ഒരാളെ ഞാൻ പറയണല്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇതൊക്കെ നമ്മളെ ഇൻഫ്ലുവൻസ്ഡ് ആവും. അതും കൊണ്ടാണ് ഇതെല്ലാം കുത്തിക്കയറ്റിയതെല്ലാം പറഞ്ഞു. മനസ്സിലായി. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും. നമുക്കപ്പോൾ അങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കാൻ അന്നേരം ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവൂല. വേണ്ട ആരും പറയണ്ട, ഞങ്ങൾ പറയണ മതി എന്ന് പറയാനുള്ള അങ്ങനത്തെ ആൾക്കാരൊന്നുമല്ല ഞങ്ങള്. അതിപ്പോൾ അതിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പം നല്ല സംഭവിക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ മറ്റുള്ളവരുടെയൊക്കെ ഇൻഫ്ലുവൻസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇത് വേണ്ട ഇതാണ് നല്ലതെന്ന് പറയുമ്പോഴത്തേക്കും അതായിരിക്കും അല്ലേ, ഓക്കെ അത് നന്നായിട്ടും ഉണ്ട്. അപ്പോൾ ഇതൊരു കൂട്ടായ പ്രവർത്തനമാണല്ലോ, ടീം വർക്കാണ്. ചിലവത് ശരിയാവും എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒരു പ്രശ്നം പറ്റുമ്പോൾ അത് മുഴുവൻ നമ്മുടെ തലയിലേക്ക് വരണത് ശരിയുമല്ല. അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പം ഈ നേരത്തെ നമ്മൾ കോമൺ ക്രൗഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ ചിലപ്പോൾ അവർ ആദ്യം ഇത് മൊത്തം ബേർഡൻ കൊടുക്കാൻ പോകുന്നത് അവർക്ക് റെഗുലറായി അറിയുന്ന യൂഷ്വലായി കണ്ടുകൊണ്ടിരിക്കുന്ന 2 പേരിലായിരിക്കാം. കാരണം അന്ന് സംവിധായകനും പുതിയ ആളാണ്. അപ്പോൾ നിങ്ങൾ 2 പേരാണ് എല്ലാവർക്കും അറിയുന്നത്. നേരെ നിങ്ങളെയാണ് പിക്ക് ചെയ്തിട്ട് എല്ലാ പോസ്റ്റിലും കാര്യങ്ങളിലൊക്കെ വരുന്നത്. ഈ സിനിമ മാറുന്നുണ്ടല്ലോ, അപ്പോൾ സിനിമ പല ആവർത്തി പല കാര്യങ്ങൾ കൊണ്ട് മാറുന്നു. അതിൻ്റെ സ്റ്റൈല് മാറുന്നു, എഴുത്ത് മാറുന്നു, വിഷ്വൽ സെൻസ് മാറുന്നു, കോണ്ടന്റ് മാറുന്നു. ഈ ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും ചർച്ച ചെയ്യുന്ന രീതിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഒരു ഗ്രോത്ത് ഭയങ്കര രസമുള്ളതായിരുന്നു. ഇനിയൊരു പുതിയ സിനിമ എന്നുള്ള പ്ലാൻ ആലോചനകൾ വരുമ്പോൾ ആസ് ആക്ടർ, ആസ് റൈറ്റർ, ആസ് ഡയറക്ടർ ഇനി എന്ത് അച്ചീവ് ചെയ്യണം,
അല്ലെങ്കിൽ ഇനി എന്ത് തരത്തിലുള്ള സിനിമ ചെയ്യണം, ഈ ലാർജ് സ്കെയിൽ പടമാണ്, ക്രൗഡിന് വേണ്ടി, ഓഡിയൻസിന് വേണ്ടി, സ്റ്റാറിന് വേണ്ടി, അങ്ങനത്തെ തോട്ട്സ് ആയിരിക്കും എങ്ങനെയാ വിഷ്ണുവിന്റെ? അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് നമ്മളൊറ്റയ്ക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തോ അതിനു വേണ്ടി ഇറങ്ങിക്കളയാ അങ്ങനത്തെ ഒരു ഇതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല ഇപ്പോഴും. ഇപ്പം ഞാനാണെങ്കിലും ബിബിനാണെങ്കിലും ഇപ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്നത് ആരുമായിട്ടാണ്, ആ ഒരു അസോസിയേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്തായിരിക്കും, അതിൽ വർക്കാവുന്നത് പരിപാടി എന്തായിരിക്കും, അങ്ങനെ പഠിക്കുക. അത്രേ ആയിട്ടുള്ളൂ നമ്മൾ. ഇപ്പം റാൽഫ് നേരത്തെ പറഞ്ഞ പോലെ VC അഭിലാഷായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്ന പടം പാൻ ഇന്ത്യൻ സ്റ്റോറി, അത് പറഞ്ഞാൽ പക്ക ഒരു ഫെസ്റ്റിവൽ മൂടുള്ള ഒരു പരിപാടിയാണ്. എന്നാൽ എനിക്ക് അത് തന്ന സംതൃപ്തി ഭയങ്കര വലുതാണ്. ആ സിനിമ അതിന്റെ റെസ്പോൺസ്, അതേപോലെ ആ സിനിമ കണ്ടവര് എന്നോട് പറയുന്ന അഭിപ്രായമാണെങ്കിലും എനിക്ക് അത്രയും തൃപ്തി തന്ന ഒരു സിനിമയാണ്. പക്ഷെ അതായിരിക്കില്ല ഒരിക്കലും ഇപ്പൊ ഷാഫി സാറായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഒരു പടം ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു പടമല്ല ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ ഷാഫി സാറിന്റെയും കൂടി പുള്ളിയുടെയും കൂടി ഒരു ഇൻപുട്ടും പുള്ളിയുടെ ഒരു തോട്ട്സും എല്ലാം വരുമ്പോഴത്തേക്കും അതങ്ങനത്തെ ഒരു, ഇപ്പൊ ഞങ്ങള് അതേപോലെ ഏത് ആക്ടറായിട്ടാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്യാൻ പോകുന്നത്, അവരുടെയും കൂടിയൊക്കെ എല്ലാവരുടെയും ഇഷ്ടങ്ങളും അവരുടെയൊക്കെ ടേസ്റ്റുകളും എല്ലാം നോക്കിയിട്ടാണ് ഒരു പ്രൊജക്റ്റ് സംഭവിക്കുന്നത്. എനിക്ക് ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ഇന്റർവ്യൂ ടെക്സ്റ്റിലൊക്കെ കണ്ടിട്ടുള്ളത് മോഹൻലാൽ സിനിമ എന്ന് പറയുന്നതാണ്. അതിൽ എത്രമാത്രം ശരിയാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിനൊരു ക്ലാരിറ്റി ഉണ്ടോ? ശരിക്കും അങ്ങനെ ഒരു സിനിമയുണ്ടോ, പ്ലാൻ ഉണ്ടോ, ആഗ്രഹം മാത്രമാണ്? ആഗ്രഹം മാത്രമാണ്, അങ്ങനെ ഒരു പരിപാടി ഇല്ല. ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു, അത് ലാലേട്ടൻ്റെ അടുത്ത് ജസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. അത് പക്ഷെ വർക്കായിട്ടില്ല. അത് എനിക്കൊന്ന് ക്ലാരിറ്റി കിട്ടിയ എല്ലാവരും ഞാൻ പക്ഷെ ഇത് പലതവണ പറഞ്ഞത്, എന്നിട്ടും സ്റ്റിൽ ഇന്റർവ്യൂസ് വരുമ്പോൾ ഇതിങ്ങനെ ചോദിച്ചു തരുന്നത് കണ്ടിട്ടുണ്ട്. ഈ ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ റൈറ്റേഴ്സ് എന്ന രീതിയിൽ നിങ്ങളുടെ പ്രോസസ്സ് എന്താണ്? ഇപ്പോൾ മേക്കേഴ്സ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രോസസ്സ് ഉണ്ടോ? ഷോർട്ട് ഡിവിഷൻ മുതലുള്ള കാര്യങ്ങൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? കാരണം ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ക്യൂരിയോസിറ്റി അവിടെ ആയിരിക്കും. ആക്ടർ വിഷ്ണു നമ്മൾ റിപ്പീറ്റഡ്ലി കണ്ടു, ടെക്നിക്കൽ സൈഡിലെ വിഷ്ണു എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ രീതികൾ? അതൊക്കെ സസ്പെൻസാണ്, അതൊക്കെ പുറത്തു ഞങ്ങളിപ്പോൾ എഴുതാനായിട്ടാണെങ്കിൽ ഞങ്ങൾ ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു പ്ലോട്ട്, ഇന്നൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ വിപിനായിരിക്കും വിളിച്ച് പറയണം. അപ്പോൾ ഞങ്ങളതിൽ ആദ്യം രണ്ടുപേർക്കും ഓക്കെ ആണെങ്കിൽ നമ്മൾ പിന്നെ അതിനു വേണ്ടി ഇരിക്കും. അതിനു വേണ്ടി ഇരുന്ന് സീക്വൻസുകൾ ഉണ്ടാക്കി ഒരു സീൻ ഓർഡർ ആദ്യം ആക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം പിന്നെ ഡയലോഗ്സ് എഴുതാനായിട്ട് പിന്നീട് ഒരു ഇരിപ്പിരിക്കണം. ഞങ്ങൾ ഈ അഭിനയിക്കാനും കൂടി രണ്ടുപേരും രണ്ടു വഴിക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണോണ്ട് ഒരുമിച്ചിരിക്കൽ ടൈം അതിനുവേണ്ടി കണ്ടെത്തിയിട്ടിരിക്കണം. അപ്പം ഞങ്ങളങ്ങനെ ഇരുന്നു, ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് ഷാഫി സാറിന് വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുവാണ്. അത് അനൗൺസ് ചെയ്യാറായിട്ടില്ല. ഈ സംവിധായകർ എന്നുള്ള രീതിയിലോ പറഞ്ഞാൽ ഷോർട്ട് ഡിവിഷൻ ചാർട്ടിങ്ങിന് ഇപ്പോൾ ഒരു ടീം ഉണ്ടാവും, ചീഫ് അസോസിയേറ്റ് ഉണ്ടാവും, നൈറ്റ് ഷൂട്ട് ചെയ്യണം, ഡേ ഷൂട്ട് ചെയ്യണം, ഇതിൽ റെസ്പോൺസിബിലിറ്റി ഡബിളോ ത്രിബിളോ ആണല്ലോ. അതെങ്ങനെ ശരിക്കും ആ ഒരു മൊമെന്റ് അത് ഡിവൈഡ് ചെയ്തിട്ട് ഇത് നീ ചെയ്യാം അത് ഞാൻ ചെയ്യാം ആ പരിപാടി ഇല്ല. എല്ലാത്തിലും ഞങ്ങളുണ്ട്, എല്ലാത്തിലും ഞങ്ങളുണ്ട്. ഇപ്പം ഞങ്ങള് പടം ചെയ്തപ്പോൾ രതീഷ് ചേട്ടനായിരുന്നു ക്യാമറ. ഇപ്പം രതീഷ് ചേട്ടനായിട്ട് ഇപ്പോൾ ലൊക്കേഷനിൽ പോക്കും പരിപാടിയൊക്കെ ഞാനായിരിക്കും. കാരണം ബിബിന് അത്രയും നടക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ആണ് ഞാനും രതീഷ് ചേട്ടനും കൂടിയാണ് പോയിട്ട് ഓരോ ലൊക്കേഷൻ ഫിക്സ് ചെയ്യലും പരിപാടിയൊക്കെ. അങ്ങനെ ഈ ഇപ്പോൾ സിനിമയുടെ ഒരു കരിയറിൻ്റെ ഒരു ഈ പറഞ്ഞ തുടങ്ങിയ കാലത്ത് നിന്ന് ഇപ്പോഴത്തെ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ഫ്ലേവറും ഉണ്ട്. ഈ വേദനകൾ, യാതനകൾ, സന്തോഷം, എക്സ്ട്രീം സന്തോഷം, ഹാപ്പിനെസിൻ്റെ ഒക്കെ പല തലങ്ങൾ എത്തി നിൽക്കുന്ന ഇപ്പോഴത്തെ ഒരു ഫേസ് ഉണ്ട്, ഇപ്പോഴത്തെ ഒരു പോയിന്റ് ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള കരിയർ അപ്പോൾ സിനിമയെ കുറച്ചും കൂടെ പഠിക്കുന്നുണ്ട്, എല്ലാ ദിവസവും ഈ പറഞ്ഞ പോലെ അറിയുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്, ആക്ടർ ആവുന്നുള്ള എക്സ്ട്രീം ഡ്രീമിൽ വരുന്നു. അതിലും ഇനി കുറേ തലങ്ങൾ അച്ചീവ് ചെയ്യാനുണ്ട്, എഴുത്തുകാരുടെ അച്ചീവ് ചെയ്യാൻ, സംവിധാനം അച്ചീവ് ചെയ്യാനുണ്ട്. ഇനിയുള്ളൊരു കരിയറിനെ, ഇനിയുള്ള കരിയർ ഒരു ഗ്രോത്ത് ജേണി, അതിനെ കുറിച്ച് വിഷ്ണുവിൻ്റെ ഒരു ഈ പറഞ്ഞ വിഷൻ എന്നൊക്കെ പറയുന്ന പോലെ പ്ലാൻ ഞാൻ ചോദിക്കുന്നില്ല, പ്ലാൻ ഉണ്ടാവുന്ന പ്ലാനിൽ ജീവിക്കുന്നവരല്ല ആർട്ടിസ്റ്റുകൾ അറിയാം. ഈ ഒരു വിഷൻ, ആഗ്രഹം, ഇനി എന്ത് ചെയ്യണം, ഞാൻ ഇനി ഇവിടെ എന്താ കൊടുക്കണ്ടേ, അങ്ങനത്തെ തോട്ട്സും കാര്യങ്ങളൊക്കെ എന്താ ശരി? എനിക്ക് നല്ല സിനിമകളുടെ ഭാഗമാവണമെന്നുണ്ട്. അപ്പം അത് ഞാൻ ഉള്ളത് മാത്രമല്ലല്ലോ നല്ല സിനിമ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട്. അപ്പം അവരുടെയൊക്കെ പടത്തിൽ നമുക്ക് ഭാഗമാവണം എന്നുണ്ട്. അഭിനയിക്കണമെന്നാണ് കൂടുതൽ താല്പര്യം. പിന്നെ പറഞ്ഞ പോലെ ഞങ്ങൾ എഴുതിയ 2 സ്ക്രിപ്റ്റ് ഇപ്പം ഞങ്ങൾ കംപ്ലീറ്റഡ് ആയിട്ടിരിപ്പുണ്ട്. അത് രണ്ടും അത്യാവശ്യം കിടിലം പരിപാടികളാണ്.
അത് ഓരോ വഴിക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ നടക്കും. അത് നടക്കാനുള്ളൊരു കാത്തിരിപ്പും കൂടി ഉണ്ട്. അത് നടന്നു കഴിയുമ്പോൾ ഒരു ഇച്ചിരി വേറെ ലെവൽ പരിപാടി ആകാനുള്ള സാധ്യതകളുള്ള പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ കൂടെ ഉണ്ട്. അപ്പം അത് കേട്ടവരൊക്കെ ഇപ്പം നമ്മൾ ആളെ ഞാൻ പറയണില്ല, വലിയ വലിയ ആൾക്കാരൊക്കെയാണ് അത് കേട്ടിട്ട് ഗംഭീര പരിപാടിയാന്നൊക്കെ പറഞ്ഞേക്കണം. അപ്പം അത് നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സംഭവിക്കും. എനിക്ക് ലാസ്റ്റായിട്ട് ചോദിക്കാനുള്ളത്, ഈ വെടിക്കെട്ടിലെ പെർഫോമൻസ് ഭയങ്കര രസമുള്ള പെർഫോമൻസ് ആയിരുന്നു. നമ്മൾ വിഷ്ണു അപ്പം അതിന് ക്വിക്കാണല്ലോ ഇയാൾക്ക് ഭയങ്കര സ്പീഡുണ്ട്. ഇയാളെ നടത്തും, ഓട്ടം, ചാട്ടം, ഇതിലൊക്കെ ഇയാളുടെ ക്യാരക്ടറിൽ വർത്താനം പറയുന്നത് ഭയങ്കര സ്പീഡായിട്ടാണ്. ആ ക്യാരക്ടറിൻ്റെ ഡിസൈൻ അത് വിഷ്ണു പെർഫോം ചെയ്യുന്നത് അത് ശരിക്കും എങ്ങനെയായിരുന്നു? അതിനിപ്പം നമ്മൾ മനസ്സിൽ കണ്ടതിന് അച്ചീവ് ചെയ്തെടുക്കാൻ കൂടെ ഉണ്ടല്ലോ പെർഫോമൻസിലൂടെ. അതും ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഇൻറ്റു 2 ആണല്ലോ. എനിക്കത് എടുക്കാൻ ഇച്ചിരി ആദ്യം ഞാൻ മടിഞ്ഞാണ് നിന്നത്. കാരണം എഴുതി വരുമ്പോൾ അതിന് ഇച്ചിരി വെയിറ്റുള്ള, അപ്പോൾ ഫിസിക്കും കൂടി കുറച്ച് ഉള്ള ആളായിരിക്കും നല്ലതെന്നുള്ള ഒരഭിപ്രായം ആണ് ഞാൻ വെച്ചോണ്ടിരുന്നത്. ബിബിൻ പറയുന്നത് ഇല്ല, നീ അത് ഓക്കെ ഇരിക്കും, നീ അത് ചെയ്താൽ അടിപൊളിയായിരിക്കും. അതൊക്കെ എൻ്റെ ഉള്ളിലും എനിക്ക് കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. എന്നാൽ പോലും ബിബിൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എന്നിട്ട് ചെയ്യുമ്പോഴാണല്ലോ അതൊരു പഞ്ച്. നീ പറഞ്ഞിട്ടാട്ടോ ഇത് പറയാല്ലേ, ഇനി എന്തെങ്കിലും കുഴപ്പം അങ്ങനെയല്ല. അപ്പം എനിക്കതിലൊരു മടി ഉണ്ടായി. കാരണം ഷിബൂട്ടൻ എന്ന് പറഞ്ഞിങ്ങനെ വെച്ചിട്ട് ഇനി ഞാൻ ചെയ്തിട്ട് ഇതാണ് ഷിബൂട്ടൻ എന്ന് അങ്ങനെ തോന്നരുതെന്ന് നമ്മുടെ സിനിമയാണല്ലോ. അപ്പം അതിൽ ഒന്നും കുറയ്ക്കരുതെന്നുള്ളൊരിത് കൊണ്ടിട്ടാണ്. അപ്പോൾ ബിബിൻ പറഞ്ഞ എടാ നീ ചെയ്ത ഓക്കെ എന്നാൽ അവൻ പറഞ്ഞ ഒരു എന്നാൽ പിന്നെ രണ്ടും കൽപ്പിച്ച്. അപ്പം പിന്നെ എനിക്ക് ഭയങ്കര ഈ പറഞ്ഞ പോലെ ഇൻറ്റു 2 ഉത്തരവാദിത്വം കൂടിയാണ്. അപ്പോൾ അതൊട്ടും വീക്കാവാനും പാടില്ല എന്നുള്ളൊരിതുണ്ടല്ലോ. അപ്പം അതിന് ഈ പറഞ്ഞ പോലെ ദൈവം സഹായിച്ച് നല്ല അഭിപ്രായങ്ങളും അതിൻ്റെ ഈ ആക്ഷൻ സീക്വൻസുകളും കൈ പൊള്ളിയതൊക്കെ ഒന്ന് ഭയങ്കര ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതിന്റെ റിസൾട്ടായിട്ട് വരുന്നതാണല്ലോ ഇതെല്ലാം. അതൊക്കെ ഇപ്പോൾ ഓക്കെ ആയി, അതൊക്കെ ഓക്കെ ആയി. പക്ഷെ അതിൻ്റെ നമ്മൾ പടത്തിൽ നമ്മൾ കാണുമ്പോൾ ഇതൊന്നും കാണുന്നില്ല. നമ്മൾ CG റിമൂവ് ചെയ്ത്. പക്ഷെ അതിൻ്റെ റോ ഫുട്ടേജ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്ക് പിടിച്ച് എന്താണ് ഇത് തന്നെ നോബൽ സമ്മാനം തരണമെന്ന് ആരോ പറഞ്ഞു. എന്നുവെച്ചാൽ ഇവിടം വരെ ഇങ്ങനെ പൊള്ളിയിട്ട് മരുന്ന് തേച്ച് വെച്ചേക്കാം. ഫൈറ്റ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വീണപ്പോൾ ഇത് ഇവിടെ കയറി പിടിച്ചു. അപ്പോൾ ഇവിടെ പിന്നെയും ഇതായി. എന്നിട്ട് അത് വെച്ചിട്ട് അപ്പോൾ മാസ്റ്ററൊക്കെ പറയണേ എപ്പിടി സാർ പണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പരവായില്ല അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മാസ്റ്ററൊക്കെ ഭയങ്കര സഹകരിച്ച്. അപ്പോൾ ഈ കൈ ഇങ്ങനെ വെച്ചിട്ടാണ് ഈ ബിബിനെയും പിടിച്ചുകൊണ്ടൊക്കെ പോയി ഉരുട്ടി മറ്റേ പൊരിയുടെ ഇതിലടിക്കുന്നത്. ആ ഫൈറ്റ് മൊത്തം എടുത്തേക്കുമ്പോൾ കൈ മൊത്തം ഡാമേജ് ആയിട്ടാണ്. അപ്പം അത് നമുക്ക് അവിടെ ഉണ്ടായിരുന്നവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. പടം കാണുന്നവർക്ക് ഇതൊന്നും അറിയേണ്ട കാര്യം. ഇതിനു മുന്നേ സ്ട്രീറ്റ് ലൈറ്റ് സമയത്ത് ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നില്ലേ? അത് ഫൈറ്റ് സമയത്തായിരുന്നു. അത് ഒരു ചേസിങ് ആയിരുന്നു. അപ്പൊ അവിടെ അന്നേരം കൊണ്ടുവന്ന് ബേബി മെറ്റൽ ഇറക്കി. അത് നമ്മുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ടല്ല, സ്കിഡ് ആയില്ല. അപ്പൊ ഇവിടുന്ന് ഇങ്ങനെ ഓടി വന്നിട്ട് ഇങ്ങോട്ട് തിരിയണതിന് മുമ്പ് ഇങ്ങനെ നമ്മളൊന്ന് സ്ലോ ഡൗൺ ചെയ്യുമല്ലോ. പക്ഷെ കാല് സ്കിഡായില്ല. ഈ ബേബി മെറ്റലിൻ്റെ അകത്ത് കാല് കൊണ്ടുപോയി, ബോഡി മാത്രം പറഞ്ഞു കൈ ഒരു പോസ്റ്റിലിടിച്ച് ഒടിഞ്ഞു. ഇത്തരം സിനാരിയോസ് ഡെയിലി ലൈഫിൽ വരുമ്പോഴേ ഇപ്പോൾ പലരും അവിടെ വീക്കായി പോകുമല്ലോ. പക്ഷെ അവിടെ നിന്നൊക്കെ ഈ മുന്നോട്ട് വന്ന് അപ്പം എന്തായാലും എല്ലാവിധ ആശംസകളും. ഈ പറഞ്ഞ കരിയറിൻ്റെ ഈ ഗ്രോത്ത് ഇതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഇനി ഓരോ സ്റ്റെപ്പായിട്ട് ഗ്രോത്ത് കൂടട്ടെ. പുതിയ സിനിമകൾ വരട്ടെ. നടനായിട്ട്, നായകനായിട്ട്, എഴുത്തുകാരനായിട്ട്, സംവിധായകനായിട്ട്. താങ്ക് യു. യെസ്.